സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. 2026 ജൂണിലെ നിയമസഭാ സമ്മേളനത്തിലാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ വിഷയം ആദ്യം ഉയർന്നു വന്നത്. പ്രതിപക്ഷ നേതാക്കളായ AC മൊയ്തീനും പിണറായി വിജയനും ചേർന്നാണ് ഈ പദ്ധതി സർക്കാർ നിർത്താൻ പോവുകയാണോ എന്ന ചോദ്യം സഭയിൽ ഉന്നയിച്ചത്. തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപിച്ച പദ്ധതിയായതിനാൽ അധികാരം മാറിയപ്പോൾ അത് അട്ടിമറിക്കപ്പെടുമോ എന്ന പേടി സാധാരണക്കാർക്കിടയിലുണ്ട്. ഈ ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി VD സതീശൻ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കി. സ്ത്രീ സുരക്ഷാ പദ്ധതി അവസാനിപ്പിക്കില്ല, പക്ഷേ നിലവിലുള്ള ഗുണഭോക്താ പട്ടികയിൽ ഉയർന്ന പരാതികളും അപാകതകളും ഉള്ളതുകൊണ്ട് കർശനമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അന്തിമ തീരുമാനം എന്നതാണ്. പൊതുഖജനാവിലെ പണം ദുരുപയോഗം ചെയ്യരുത്. അർഹതയില്ലാത്തവർക്ക് പണം പോകുന്നുണ്ടെങ്കിൽ അത് തടയണം. അതുകൊണ്ടാണ് വീണ്ടും ഒരു പരിശോധന നടത്തുന്നത്. ഈ പരിശോധനയുടെ റിപ്പോർട്ട് വന്നതിനു ശേഷം മാത്രമേ അന്തിമ ഗുണഭോക്താ പട്ടികയിൽ പെൻഷൻ വിതരണ രീതി സംബന്ധിച്ച തീരുമാനം എടുക്കുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സർക്കാർ ഈ പദ്ധതിയെക്കുറിച്ച് പുനർപരിശോധന വേണമെന്ന് പറയുന്നതിന് കാരണം ഗുണഭോക്താക്കളുടെ എണ്ണത്തിൽ വന്ന വലിയ കുറവാണ്. 31 ലക്ഷം പേര് ലക്ഷ്യമിട്ട പദ്ധതിയിൽ പ്രാഥമിക പരിശോധനകൾ കഴിഞ്ഞപ്പോൾ 16 ലക്ഷമായി കുറഞ്ഞു. അതായത് 15 ലക്ഷത്തോളം ആളുകളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. അതോടൊപ്പം തന്നെ അർഹതയില്ലാത്തവർ പട്ടികയിൽ ഉൾപ്പെട്ടതാണ്. ഫീൽഡ് പരിശോധന ശരിയായ രീതിയിൽ നടന്നില്ല എന്നതാണ് സർക്കാരിന്റെ കണ്ടെത്തൽ. ഭർത്താവ് ജീവിച്ചിരിക്കുന്നവർ, സർക്കാർ ജീവനക്കാരുടെ ഭാര്യമാർ, മാസം 30,000 രൂപയിൽ കൂടുതൽ വരുമാനമുള്ളവർ, മറ്റു ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ എന്നിവരുടെ പേരുകൾ പ്രാഥമിക ലിസ്റ്റിൽ കയറിയിട്ടുണ്ട്. ഈ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ പറയുന്നത് 16 ലക്ഷം ആളുകളുടെ ലിസ്റ്റ് വീണ്ടും പരിശോധിക്കുമെന്നും ആർക്കൊക്കെ അർഹതയുണ്ട് എന്ന് ഉറപ്പിച്ച ശേഷം മാത്രമേ പെൻഷൻ നൽകൂ. ഇതിനുവേണ്ടി 2 മുതൽ 3 മാസം വരെ കാലതാമസം എടുത്തേക്കാമെന്നും പറയുന്നുണ്ട്. ചുരുക്കത്തിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി നിർത്തിയിട്ടില്ല, പക്ഷേ ഉടൻ നടപ്പിലാക്കില്ല. സർക്കാർ നടത്തുന്ന ഭരണപരമായ പരിശോധനയെ ആശ്രയിച്ചായിരിക്കും പദ്ധതിയുടെ ഭാവി. പരിശോധന പൂർത്തിയായ ശേഷം മാത്രമേ അന്തിമ ഗുണഭോക്താ പട്ടികയിൽ വിതരണ തീയതി സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത വരൂ എന്നതാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയത്. വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും അതോടൊപ്പം തന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കരുത്.